अरे भाई किचन में इतनी भयंकर आग लगेगी तो हम लेडीज का क्या होगा? अब बिल्कुल भी आपको घबराने की जरूरत नहीं है, क्योंकि मैजिक लॉक लेकर के आ गया एक बहुत ही इनोवेटिव प्रोडक्ट, जिससे अगर इस तरीके की आग अगर आपके किचन में लगती है तो ऑटोमेटिक 1 सेकंड के अंदर ये प्रोडक्ट जो है आपके सिलेंडर को लॉक कर देगा। बट कॉस्टली होगा ना सर? बिल्कुल भी नहीं, सिर्फ 299 रुपए में आपको प्रोडक्ट मिल जाएगी। कुछ गारंटी वारंटी है कि नहीं? लाइफ टाइम की गारंटी और 50 लाख का न्यू इंडिया एश्योरेंस कंपनी का इंश्योरेंस भी आपको इस प्रोडक्ट के साथ मिलता है 299 में? ओनली 299। तो मुझे एक बार और डेमो बताइए ना। मैं बिल्कुल दिखाता हूँ कि अभी देखिए जिस तरीके से ये आग आपने देखी जी। और ये एक छोटी सी प्रोडक्ट है, आप देख सकते हैं प्रोडक्ट की साइज। ये प्रोडक्ट को जब हम ये पाइप के अंदर इंस्टॉल कर देते इस तरीके से, अब मैं इसको लगा देता हूं रेगुलेटर के ऊपर। आप देख सकते हैं रेगुलेटर के ऊपर हमने लगाया यहाँ पे, और अब यहाँ पर जैसे हम इसको कनेक्शन दे देते, ये देखिए किस तरीके से आपका चूल्हा जल रहा है। अब जो है मैं आपको ये जादुई कमाल दिखाता हूँ प्रोडक्ट का। जैसे अगर हमने अभी निकाल लिया तो अब देखिए 1 सेकंड के अंदर, अभी भी रेगुलेटर ऑन है यहाँ पे, लेकिन 1 सेकंड के अंदर जो है ये प्रोडक्ट ने अपना काम कर दिया है। जी। तो अगर हमारी सोसाइटी में Z+ सिक्योरिटी इंडिया की सबसे बेस्ट सिक्योरिटी है, जो कि प्रधानमंत्री, राष्ट्रपति और कई VVIPs को दी जाती है। मैजिक लॉक का Z+ डोमेस्ट सेफ्टी डिवाइस आपके परिवार को इसी बेहतरीन सेफ्टी का भरोसा दिलाता है। इसकी नैनो टेक्नोलॉजी रेगुलेटर से चूल्हे के बीच कहीं भी होने वाले लीकेज को जांच कर गैस क्लॉक कर देता है। न कोई मेंटेनेंस, न सर्विस की जरूरत, और पूरे 3 साल की वारंटी के साथ साल का बीमा भी। तो आज ही लाइए मैजिक लॉक का Z+ LPG രൂപയുടെ ഡിവൈസ് ആണ് 299 രൂപയുടെ ഡിവൈസ് ആണ്. നമ്മൾ ഇതിന്റെ ഒപ്പം ഇൻഷുറൻസും കൊടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. എത്ര വർഷത്തെ ഇൻഷുറൻസ് കൊടുക്കുന്നത്? അതായത് ഇത് ഈ നാനോ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിൽ നിന്നോ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ 1 രൂപ മുതൽ 50 ലക്ഷം രൂപയുടെ വരെയുള്ള ഇൻഷുറൻസ് ആണ് ഇതിന്. വെറും 299 രൂപയ്ക്ക് ഈ ഡിവൈസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം എന്ന് കരുതി നമ്മൾ വെച്ച വീടും നമ്മുടെ സ്ഥാപന വസ്തുക്കളും നമ്മുടെ ബന്ധുജനങ്ങളും എല്ലാം സുരക്ഷിതമായി. പിന്നെന്തോ വേണം? എല്ലാം സുരക്ഷിതമായി. അത് നമ്മൾ ചെയ്തതിന് ശേഷം നോർമൽ സിലിണ്ടറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, എൻഷുർ ചെയ്യുന്നു, ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കുന്നത്. അവിടുന്ന് മാറ്റി നിങ്ങൾ കണക്ട് ചെയ്തത് ആ പൊസിഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ തൊട്ടടുത്താണ്. ഗ്യാസ് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബർണർ ഓഫ് ആയിരിക്കണം. നമ്മൾ നേരെ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ പോകും. കത്തിക്കുകയാണ് ഞാൻ. കണ്ടോ? നോർമലി ഓക്കെ നമ്മുടെ ഡിവൈസ് വെച്ചതിന് ശേഷം നമ്മള് ഗ്യാസ് കത്തിച്ച് കാണിക്കുകയാണ്. ഇനിയിപ്പോ ഇത് കത്തുന്നില്ലല്ലോ. ഇനി നോക്കുക, നമ്മൾ ഇത് നമ്മുടെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. 1 2 3 ഏതെങ്കിലും തവിയുടെയോ എന്തെങ്കിലും സ്പൂണ് വെച്ചോ എന്തെങ്കിലും ഒരു 4 തട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ ഓണാവും. കത്തുന്നു. ഓക്കെ, വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്യട്ടെ? ശരി. കത്തിക്കൊണ്ടിരിക്കുമ്പോ ഗ്യാസ് അവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കാണിച്ചു തരാം. റെഗുലേറ്റർ ഓൺ ആണ്. ശരി, റെഗുലേറ്റർ ഓൺ ആണ്. ഗ്യാസിന്റെ റെഗുലേറ്റർ ഓൺ ആണ്. നിങ്ങൾ നോക്കണം, ഗ്യാസിന്റെ റെഗുലേറ്ററോട് ട്യൂബിന്റെ ഫ്രണ്ടിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്താ കത്താത്ത? പ്രശ്നമില്ലാത്ത എന്താ? ഇതാണ് നമ്മുടെ ഡിവൈസിന്റെ വർക്കിംഗ്. 100% വിശ്വാസത്തോടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ ഒരു 200 സംതിങ് രൂപ മുടക്കിയിട്ട് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുന്നത് നിങ്ങൾ വീട്ടിൽ സേഫ് ആയിരിക്കും. നിങ്ങളുടെ കുടുംബവും ഇൻഷുറൻസ് കൊണ്ടും നിങ്ങൾ സേഫ് ആയിരിക്കും. ഇനിയിപ്പോ ഇത് കത്തിക്കണമെങ്കിൽ പെർമിഷൻ വേണം. ഇനി ഇത് ഓക്കെ 3 അടി അവിടെ തീർന്നു. ഇനി കത്തും. അത് കൊള്ളാം. കണ്ടോ? അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വീണ്ടും കത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ടോ ഊരി വിട്ട്?
കണ്ടാ എന്താ ഒന്നും സംഭവിക്കാത്ത, അതാണ് നമ്മളുടെ ഈ ഡിവൈസ്. 299 രൂപയ്ക്ക് ഇൻഷുറൻസ് സഹിതം, അതായത് ഒരു റീചാർജിന്റെ പോലും ക്യാഷ് വരുന്നില്ല. അപ്പൊ ഇത് വായിക്കണമെങ്കിലും മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ഡിവൈസ് തന്നെയാണ്. ഞാൻ നേരിട്ട് കാണുകയാണ്. ഈ ഒരു സ്റ്റൗവിനും ഈ ഒരു ട്യൂബിനും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് അപകടം ഉണ്ടായാലും ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. Z+ को इंस्टॉल करने के लिए अपने मौजूदा पाइप को रेगुलेटर से अलग करें। अब Z+ के पीछे दिए नट को थोड़ा लूज करें और रेगुलेटर में इस तरह फिट कीजिए। अब आगे अपनी पाइप को फिट करें और रेगुलेटर को ऑन करें। गैस सप्लाई एक्टिवेट करने के लिए पुश बटन को खींचें, जिससे आपके चूल्हे अब ऑन हो सकते हैं। किसी भी प्रकार के लीकेज होने पर यह डिवाइस अपने आप बंद हो जाएगा। लीकेज क्लियर करने के बाद पुश बटन फिर से खींचें, जिससे गैस सप्लाई फिर से शुरू हो जाएगी। यह प्रक्रिया सिलेंडर बदलने के समय दोहराएं। രൂപയുടെ ഡിവൈസ് ആണ്. 299 രൂപയുടെ ഡിവൈസ് ആണ്. നമ്മൾ ഇതിന്റെ ഒപ്പം ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. എത്ര വർഷത്തെ ഇൻഷുറൻസ് കൊടുക്കുന്നത്? അതായത് ഇത് ഈ നാനോ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിൽ നിന്നോ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ₹1 മുതൽ 50 ലക്ഷം രൂപയുടെ വരെയുള്ള ഇൻഷുറൻസ് ആണ് ഇത്. വെറും 299 രൂപയ്ക്ക് ഈ ഡിവൈസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം എന്ന് കരുതി നമ്മൾ വെച്ച വീടും നമ്മുടെ സ്ഥാപന വസ്തുക്കളും നമ്മുടെ ബന്ധുജനങ്ങളും എല്ലാം സുരക്ഷിതമായി. പിന്നെന്തോ വേണം? എല്ലാം സുരക്ഷിതമായി. അത് നമ്മൾ ചെയ്തതിന് ശേഷം നോർമൽ സിലിണ്ടറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, എൻഷുർ ചെയ്യുന്നു. ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കുന്നത്. അവിടുന്ന് മാറ്റി നിങ്ങൾ കണക്ട് ചെയ്തത് ആ പൊസിഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ തൊട്ടടുത്താണ്. ഗ്യാസ് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബർണർ ഓഫ് ആയിരിക്കണം. നമ്മൾ നേരെ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ പോകും. കത്തിക്കുകയാണ് ഞാൻ. കണ്ടോ? നോർമലി ഓക്കെ. നമ്മുടെ ഡിവൈസ് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് കാണിക്കുകയാണ്. ഇനിയിപ്പോ ഇത് കത്തുന്നില്ലല്ലോ. ഇനി നോക്കുക, നമ്മൾ ഇത് നമ്മുടെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. 1 2 3 ഏതെങ്കിലും തവിയുടെയോ എന്തെങ്കിലും സ്പൂണ് വെച്ചോ എന്തെങ്കിലും ഒരു 4 തട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ ഓണാവും. കത്തുന്നു. ഓക്കെ. വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്യട്ടെ? ശരി. കത്തിക്കൊണ്ടിരിക്കുമ്പോ ഗ്യാസ് അവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കാണിച്ചു തരാം. റെഗുലേറ്റർ ഓൺ ആണ്. ശരി, റെഗുലേറ്റർ ഓൺ ആണ്. ഗ്യാസിന്റെ റെഗുലേറ്റർ ഓൺ ആണ്. നിങ്ങൾ നോക്കണം, ഗ്യാസിന്റെ റെഗുലേറ്ററോട് ട്യൂബിന്റെ ഫ്രണ്ടിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്താ കത്താത്ത? പ്രശ്നമില്ലാത്ത എന്താ? ഇതാണ് നമ്മുടെ ഡിവൈസിന്റെ വർക്കിംഗ്. 100% വിശ്വാസത്തോടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ ഒരു 200 സംതിങ് രൂപ മുടക്കിയിട്ട് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുന്നത് നിങ്ങൾ വീട്ടിൽ സേഫ് ആയിരിക്കും. നിങ്ങളുടെ കുടുംബവും ഇൻഷുറൻസ് കൊണ്ടും നിങ്ങൾ സേഫ് ആയിരിക്കും. ഇനിയിപ്പോ ഇത് കത്തിക്കണമെങ്കിൽ പെർമിഷൻ വേണം. ഇനി ഇത് ഓക്കെ 3 അടി അവിടെ തീർന്നു. ഇനി കത്തും. അത് കൊള്ളാം. കണ്ടോ? അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ഒന്നുകൂടെ കത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ടോ ഊരി വിട്ട്? കണ്ട എന്താ ഒന്നും സംഭവിക്കാത്ത, അതാണ് നമ്മളുടെ ഈ ഡിവൈസ്. 299 രൂപയ്ക്ക് ഇൻഷുറൻസ് സഹിതം, അതായത് ഒരു റീചാർജിന്റെ പോലും ക്യാഷ് വരുന്നില്ല. അപ്പൊ ഇത് വായിക്കണമെങ്കിലും മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ഡിവൈസ് തന്നെയാണ്. ഞാൻ നേരിട്ട് കാണുകയാണ്. ഈ ഒരു സ്റ്റൗവിനും ഈ ഒരു ട്യൂബിനും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് അപകടം ഉണ്ടായാലും ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി.